ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് നമ്മൾ പായസം പുഡിംഗ് ഒന്നും ഉണ്ടാക്കാതെ ഒരു വെറൈറ്റിക്ക് നമുക്ക് സേമിയ ബൈറ്റ്സ് ഉണ്ടാക്കിയാലോ? ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വെറും 5-10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് സിമ്പിളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ സേമിയ ബൈറ്റ്സ് അല്ലെങ്കിൽ സേമിയ ബർഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരിയ സേമിയയാണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് സേമിയയാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, നേരിയ സേമിയ. അപ്പോൾ ഇതാ നമുക്കിനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് നേരിടിയിട്ടൊന്ന് പൊടിച്ചു കൊടുക്കണം കേട്ടോ. നല്ലപോലെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി തുടങ്ങാം. ഞാൻ ഇതാ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ സമയത്ത് ഇതിലേക്ക് 2 സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 വലിയ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്ക്ക് പകരം ബട്ടർ എടുക്കാം. നെയ്യ്, ബട്ടർ ഇതിലേതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും എടുക്കുക. വെളിച്ചെണ്ണ, ഓയിൽ അങ്ങനത്തെ ഒന്നും എടുക്കരുത്. അപ്പോൾ ഇതാ ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സേമിയ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത സേമിയ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നെയ്യിൽ മിക്സ് ആക്കാനേ ഉള്ളൂ. നിങ്ങൾ വറക്കാതെ സേമിയ ആണെങ്കിൽ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണേ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് ബദാമും പിസ്തയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് ഒട്ടും തന്നെ നിർബന്ധമില്ല കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി, കയ്യിലുണ്ടെങ്കിൽ മാത്രം മതിയേ. അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് 3/4 കപ്പാണ് കേട്ടോ ഞാൻ 200 ഗ്രാം സേമിയയിലേക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്തണേ. എന്നിട്ട് അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് എല്ലാം കൂടി മിക്സായി കൊടുക്കുന്നുണ്ട്. സേമിയയിൽ നമ്മുടെ ആ ഒരു മധുരവും ആ ഒരു നട്ട്സ് പൗഡറൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചിട്ടിട്ട് നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു കുഴഞ്ഞ് കിട്ടുന്ന ഒരു പരുവയില്ല, നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവം, ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഫോൾഡായിട്ട് കിട്ടുന്ന പരുവാവുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാട്ടോ. ഒരു 1-2 മിനിറ്റ് ഉടനെ സെറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത് എല്ലാ രീതിയിലും നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സേമിയ ബൈറ്റ്സിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഞാനൊരു കുഞ്ഞു മോൾഡ് എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് കമഴ്ത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞു ബോട്ടിലിൻ്റെ ചെറിയ അടപ്പാണ്. അതിലേക്ക് ചൂടോടെ തന്നെ നമ്മുടെ സേമിയത്തിൻ്റെ മിക്സ് നിറച്ച് കൊടുക്കുക, ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. ഇത്രേ പരിപാടിയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള മോൾഡിൽ ചെയ്തെടുക്കാം. പക്ഷേ ചെയ്യുന്ന സമയത്ത് ചൂടോടെ തന്നെ ആ ഒരു അടപ്പിൽ നിറച്ചിട്ട് വേണം കേട്ടോ കമഴ്ത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഷേപ്പായിട്ട് കിട്ടില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. കാരണം നമ്മുടെ ഈ ഒരു സേമിയത്തിൻ്റെ മിക്സ് ചൂട് തണുത്ത് കഴിഞ്ഞാൽ ഉറച്ച് നിൽക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പിസ്ത ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സെർവ് ചെയ്താലൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് നമ്മുടെ പുഡിങ്ങും പായസമൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് വെറൈറ്റി ആയിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചാലും കഴിക്കാനും അടിപൊളിയാണ്, സെറ്റ് ചെയ്ത് വെച്ചാലും അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയില്ല സേമിയ ബൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ട് ഒരു 1-1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട്, ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മാത്രം കഴിച്ചാൽ മതി കേട്ടോ. ആ ഒരു സമയം ആകുമ്പോഴേക്കും നന്നായിട്ട് ഉറച്ച് കിട്ടിക്കോളും. അപ്പോൾ തണുത്തിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടും കഴിക്കാം, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്